ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലോഗോസ് ക്വിസിൻ്റെ എല്ലാ അപ്ഡേഷൻസും വീഡിയോസും മറ്റും കൃത്യമായിട്ട് ലഭിക്കുവാനായി സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ സൈഡിലുള്ള ആ ബെൽ ബട്ടൺ കൂടി അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോവുക ലോഗോസ് ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത 50 ചോദ്യങ്ങളും അവയുടെ 4 ഓപ്ഷൻസുമാണ്. ഈ ചോദ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് POC ഇറക്കിയ ഉറപ്പുള്ള ചോദ്യങ്ങളുടെ ഗൈഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓരോ ചോദ്യം വായിക്കുമ്പോഴും നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ അത് മാർക്ക് ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ മാർക്കും നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ ഇത് മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മുടെ ലോഗോസ് ക്വിസിൻ്റെ 6 മോക്ക് ടെസ്റ്റുകൾ അവസാനിക്കുകയാണ്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത മോക്ക് ടെസ്റ്റുകൾക്കായിട്ട് ഈ ചാനലിൽ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നാളെ നടക്കാനിരിക്കുന്ന ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലോഗോസ് ക്വിസിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഇത് പങ്കുവയ്ക്കാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. പ്രത്യേകം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നാളെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടി മാർക്ക് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് ആൻസർ കിട്ടുമ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്നതോടൊപ്പം തന്നെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. പരിശുദ്ധാത്മാവ്, ബി. ക്രിസ്തു, സി. ദൈവപിതാവ്, ഡി. സഭ. ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തു. 2. ജെഫ്തായുടെ പിതാവ് ആരായിരുന്നു? ഓപ്ഷൻസ്: എ. എലോൻ, ബി. ഗിലെയാദ്, സി. സീഹോൻ, ഡി. ഇബ്സാൻ. ഉത്തരം ഓപ്ഷൻ ബി, ഗിലെയാദ്. 3. ഫിലിസ്തീനയുടെ ദേവൻ ആര്? ഓപ്ഷൻസ്: എ. കെമോഷ്, ബി. ബാലാക്, സി. ദാഗോൺ, ഡി. മോലോക്. ഉത്തരം ഓപ്ഷൻ സി, ദാഗോൻ. 4. ദൈവത്തിൻ്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ്? ഓപ്ഷൻസ്: എ. നിത്യജീവൻ ലഭിക്കാനായി, ബി. സൽപ്രവൃത്തികൾക്കായി, സി. സഭയെ വളർത്താനായി, ഡി. ലോകത്ത് സന്തോഷിക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി, സൽപ്രവൃത്തികൾക്കായി. 5. കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. മനുഷ്യരുടെ പ്രവൃത്തികൾ, ബി. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ, സി. ലോകത്തിൻ്റെ നിയമങ്ങൾ, ഡി. പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി, അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. 6. നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ്? ഓപ്ഷൻസ്: എ. പ്രാർത്ഥനയും ഉപവാസവും, ബി. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും, സി. ഗാനാലാപനങ്ങളും സ്തോത്രങ്ങളും, ഡി. സ്നേഹവും കാരുണ്യവും. ഉത്തരം ഓപ്ഷൻസ് ബി, മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും. 7. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരുളി ചെയ്തത്? എ. ജനങ്ങളെ വിധിക്കാൻ, ബി. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ, സി. രോഗികളെ സൗഖ്യമാക്കാൻ, ഡി. യെരുശലേമിൽ രാജാവാകാൻ. ഉത്തരം ഓപ്ഷൻ ബി, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. 8. സാംസന്റെ കടങ്കഥ എന്തായിരുന്നു? എ. ജീവൻ മരണം ഇടയിൽ ജീവിതം, ബി. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും, സി. തീയിൽ നിന്ന് വെളിച്ചവും കരിമ്പിൽ നിന്ന് മധുരവും,
ഡി കരുത്തിൽ നിന്ന് വിജയം? ഉത്തരം ഓപ്ഷൻ ബി ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും. 9 ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ യേശു ആരെയാണ് അയച്ചത്? ഓപ്ഷൻസ്: എ 3 ശിഷ്യന്മാരെ, ബി 2 ശിഷ്യന്മാരെ, സി പത്രോസിനെയും യോഹന്നാനെയും, ഡി എല്ലാവരെയും. ഉത്തരം ഓപ്ഷൻ ബി 2 ശിഷ്യന്മാരെ. 10 ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസോസ് 4:27 കാണുന്നത്? എ സഭയ്ക്ക്, ബി പാപത്തിന്, സി സാത്താന്, ഡി ദുർമാർഗികൾക്ക്. ഉത്തരം ഓപ്ഷൻ സി സാത്താന്. 11 ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആര്? ഓപ്ഷൻസ്: എ രാജാക്കന്മാരെ, ബി പ്രവാചകന്മാരെ, സി പ്രസിദ്ധന്മാരെ, ഡി പുരോഹിതന്മാരെ. ഉത്തരം ഓപ്ഷൻ സി പ്രസിദ്ധന്മാരെ. 12 പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്തായി തീർന്നു? ഓപ്ഷൻസ്: എ അടിത്തറയായി, ബി മൂലക്കല്ലായി, സി മതിലായി, ഡി കല്ലറയായി. ഉത്തരം ഓപ്ഷൻ ബി മൂലക്കല്ലായി. 13 സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയത് ആരാണ്? ഓപ്ഷൻസ്: എ എഫ്രായിംകാർ, ബി ഗിലെയാദുകാർ, സി ഫിലിസ്ത്യർ, ഡി അമോന്യർ. ഉത്തരം ഓപ്ഷൻ സി ഫിലിസ്ത്യർ. 14 ജെഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? ഓപ്ഷൻസ്: എ എലോൻ, ബി ഇബ്സാൻ, സി അബ്ദോൻ, ഡി സംസോൺ. ഉത്തരം ഓപ്ഷൻ ബി
23 ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത്? ഓപ്ഷൻസ്: എ പുരോഹിതന്മാർ, ബി പ്രവാചകന്മാർ, സി ജനതകൾ, ഡി ദൂതന്മാർ. ഉത്തരം ഓപ്ഷൻ സി ജനതകൾ. 24 സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആര്? ഓപ്ഷൻസ്: എ പരിശുദ്ധാത്മാവ്, ബി ദൈവം, സി യേശു ക്രിസ്തു, ഡി അപ്പസ്തോലന്മാർ. ഉത്തരം ഓപ്ഷൻ ബി ദൈവം. 25 വലത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു ആരെന്ന് പ്രഭാഷകൻ പറയുന്നത്? എ അബ്രാഹാം, ബി ദാവീദ്, സി സെറുബാബേൽ, ഡി ഹെനോക്ക്. ഉത്തരം ഓപ്ഷൻ സി സെറുബാബേൽ. 26 സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നവർ ആരാണ്? ഓപ്ഷൻസ്: എ രാജാക്കന്മാർ, ബി സമുദ്ര സഞ്ചാരികൾ, സി പ്രവാചകന്മാർ, ഡി ഗായകർ. ഉത്തരം ഓപ്ഷൻ ബി സമുദ്ര സഞ്ചാരികൾ. 27 ദൈവം യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തിയത് എന്തിന്? ഓപ്ഷൻസ്: എ തന്റെ ന്യായം തെളിയിക്കാൻ, ബി തന്റെ ശക്തി കാണിക്കാൻ, സി തന്റെ അപരിമേയമായ കൃപാസമൃദ്ധി വ്യക്തമാക്കാൻ, ഡി തന്റെ ജനത്തെ ശിക്ഷിക്കാൻ. ഉത്തരം ഓപ്ഷൻ സി തന്റെ അപരിമേയമായ കൃപാസമൃദ്ധി വ്യക്തമാക്കാൻ. 28 യേശു സക്കേവൂസിനെ ആരുടെ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു? ഓപ്ഷൻസ്: എ ദാവീദ്, ബി അബ്രാഹാം, സി ഐസക്ക്, ഡി യാക്കോബ്. ഉത്തരം ഓപ്ഷൻ ബി അബ്രാഹാം. 29 ഇസ്രായേൽ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചതെന്ത്? എ യുദ്ധത്തിൽ സഹായിക്കണം, സി ഞങ്ങളുടെ ദേശം കൈമാറണം, ബി ഞങ്ങളുടെ ദേശം കൈമാറണം, സി നിങ്ങളുടെ ദേശത്തു കൂടെ പോകാൻ അനുവദിക്കണം, ഡി ബലി വഴിപാടുകൾ സ്വീകരിക്കണം. ഉത്തരം ഓപ്ഷൻ സി നിങ്ങളുടെ ദേശത്തു കൂടി പോകാൻ അനുവദിക്കണം. 30 മോവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേരെന്ത്? എ ബാലാഖ്, ബി അബ്ദോൻ, സി ദാഗോൻ, ഡി ഷിബോലത്ത്. ഉത്തരം ഓപ്ഷൻ എ ബാലാഖ്. 31 അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പൗലോസ് പ്രകാരം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻസ്: എ കൃപയെക്കുറിച്ച്, ബി സ്നേഹത്തെക്കുറിച്ച്, ഡി രക്ഷയെക്കുറിച്ച്, സി രക്ഷയെക്കുറിച്ച്, ഡി വിശ്വാസത്തെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ സി രക്ഷയെക്കുറിച്ച്. 32 ആക്രമണം ചെറുക്കാൻ ശിമെയോൻ ചെയ്തതെന്ത്? ഓപ്ഷൻസ്: എ യാഗം അർപ്പിച്ചു, ബി കോട്ട കെട്ടി, സി വാഗ്വാദം നടത്തി, ഡി പ്രവചിച്ചു. ഉത്തരം ഓപ്ഷൻ ബി നഗരത്തിന് കോട്ട കെട്ടി. 33 ജെറിക്കോയിൽ വച്ച് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും സക്കേവൂസിന് സാധിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻസ്: ജനങ്ങൾ തടഞ്ഞതിനാൽ, ബി രോഗം ബാധിച്ചത് കൊണ്ട്, സി പൊക്കം കുറവായതുകൊണ്ട്, ഡി വീടിന് പുറത്തു പോകാൻ പാടില്ലാതിരുന്നത് കൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി പൊക്കം കുറവായിരുന്നതിനാൽ. 34 ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ്? എ പരിശുദ്ധാത്മാവിനാൽ, ബി സഭയിൽ, സി ക്രിസ്തുവിൽ, ഡി പൗലോസിൽ. ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിൽ. 35 സാംസൺ കഴുതയുടെ താടിയല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര്? ഓപ്ഷൻസ്: എ ബദേൽ, ബി റമാത് ലേഹി, സി എൻഹക്കോർ, ഡി അയ്യാലോൺ. ഉത്തരം ഓപ്ഷൻ ബി റാമാത് ലേഹി.
36. യേശുവിനെ കാണാൻ സക്കേവൂസ് കയറിയിരുന്ന മരമേത്? എ ഒലിവുമരം, ബി അത്തിമരം, സി സിക്കമൂർ മരം, ഡി അത്തിച്ചെടി. ഉത്തരം ഓപ്ഷൻ സി സിക്കമൂർ മരം. 37. വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്ന് പറഞ്ഞു? ഓപ്ഷൻസ്: എ ഇരട്ടിയായി തിരിച്ചു കൊടുക്കും, ബി 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കും, സി പകുതി കൊടുക്കും, ഡി മുഴുവനും വിട്ടുകൊടുക്കും. ഉത്തരം ഓപ്ഷൻ ബി 4 ഇരട്ടിയായി തിരികെ കൊടുക്കും. ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തുവെന്ന് പറയുന്നത് ആര്? ഓപ്ഷൻസ്: എ ശിമിയോൻ, ബി ദാവീദ്, സി സോളമൻ, ഡി അഹറോൻ. ഉത്തരം ഓപ്ഷൻ ബി ദാവീദ്. 39. കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഓപ്ഷൻസ്: എ 20 വർഷം, ബി 30 വർഷം, സി 40 വർഷം, ഡി 50 വർഷം. ഉത്തരം ഓപ്ഷൻ സി 40 വർഷം. 40. പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ്? എ ദൈവപിതാവിനോട്, ബി ക്രിസ്തുവിനോട്, സി സഭയോട്, ഡി നിയമത്തോട്. ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിനോട്. ഉള്ളവരെ, ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മുടെ 6ാമത്തെ മോക്ക് ടെസ്റ്റ് അവസാനിക്കുകയാണ്. നാളെ ലോഗോസിസ് പരീക്ഷയാണ്. നല്ല രീതിയിൽ പരീക്ഷ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചോദ്യപേപ്പറിൽ നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങളൊന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കണക്ക് കൂട്ടി നോക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ആൻസർ കിട്ടിയാൽ ഉടനെ തന്നെ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ കൂടി എല്ലാവർക്കും ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല വിജയം നേടുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.